നമ്മിൽ നിന്നുള്ള താരങ്ങളെ പരിചയപ്പെടുത്തുന്ന ജസ്റ്റ് റൈറ്റ് മീഡിയയുടെ ചാറ്റ് ജസ്റ്റ് റൈറ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്നത്തെയും പോലെ ഇന്നും നമ്മൾ പുതിയൊരു താരവുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് തന്നെ വരദാനമായ ഒരുപാട് പരസ്യ ചിത്രങ്ങളിലൂടെ നമുക്കെല്ലാം സുപരിചിതയായ ശിവകാമി. ഞാൻ ഒരു വർഷം ആയുള്ളൂ ഇവിടെ. ദിയ ചേച്ചി എന്നെക്കാളൊക്കെ സീനിയറാ. ഞാനിവിടെ വന്നപ്പോ ആദ്യമായിട്ട് പരിചയപ്പെടുന്നതും എനിക്ക് വേണ്ട ഗൈഡൻസ് തന്നൊക്കെ ദിയ ചേച്ചിയായിരുന്നു. ജന്മബന്ധം മായില്ലല്ലോ തമ്മിൽ ചേരാതെ. ക്രിട്ടിക്കലാണല്ലേ ചേച്ചി. 901 ഒരുപാട് കംപ്ലൈന്റ്സ് വരുന്നുണ്ട്. അതിപ്പോ നമ്മൾ തന്നെ സോൾവ് ചെയ്യണോ അതോ ഹെഡിന് നേരിട്ട് റിപ്പോർട്ട് ചെയ്താൽ മതി ചേച്ചി? ആരായിച്ചത്? എന്റെ അപ്പനാ. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അപ്പം വാർക്കപ്പുറത്തുനിന്നൊന്ന് വീണു. നടുവിന് ചെറിയൊരു പ്രശ്നമുണ്ട്. എന്നിട്ടും പറ്റാവുന്ന പണിയൊക്കെ എടുത്ത ആ പാവ എന്നെ പഠിപ്പിച്ചത്. ഇപ്പൊ അമ്മയുടെ ഓപ്പറേഷൻ എടുത്തതിന്റെ ടെൻഷൻ അപ്പന്. സതിയുണരുന്നു ചിതയിൽ നിന്നും ഹിമഗിരി കന്യക പോലെ. ശിവകാമിയാണ് ഇന്ന് നിങ്ങളോടൊപ്പം കൂട്ടുകൂടാനായിട്ട് നമ്മോടൊപ്പം ഉള്ളത്. തന്നെയുമല്ല, ശിവകാമി ഒരു പ്രൊഫഷണൽ നർത്തകിയാണ്, സൈക്കോളജിസ്റ്റാണ്. അങ്ങനെ ഒരുപാട് വിശേഷങ്ങളുണ്ട്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ഇനി അപ്കമിങ് പ്രൊജക്റ്റുകൾ ചെയ്ത പ്രൊജക്റ്റിനൊക്കെ പറ്റിയിട്ട് നമുക്ക് ശിവകാമിയോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. ലെറ്റ്സ് വെൽക്കം ചാമിങ് യങ്സ്റ്റാർ ശിവകാമി ടു ചാറ്റ് ജസ്റ്റ് റൈറ്റ് മീഡിയ. ഹലോ, താങ്ക് യു. ഓക്കെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. എങ്ങനെയുണ്ട് പ്രൊജക്റ്റുകളൊക്കെ? എങ്ങനെ പോകണു? നന്നായിട്ട് പോണു. ഒരു പ്രോജക്റ്റ് ഇപ്പം ഫ്ലവേഴ്സിന് വേണ്ടിയിട്ട് ഒരു സീരീസ് ചെയ്തു. അത് സ്ട്രീമിംഗ് ആണ്. നന്നായിട്ട് പോണു. പിന്നെ ഇവിടെ ഖത്തറിൽ വന്നിട്ടുള്ള വിശേഷങ്ങൾ പറയാം. ഖത്തറിൽ വന്നിട്ട് നല്ല ചൂടുണ്ട്. ബാക്കി നല്ല വിശേഷം. ഫസ്റ്റ് ടൈം ആണ് വരുന്നത്. ആൻഡ് ഒരു പെർഫോമൻസിന്റെ ഭാഗമായിട്ട് വന്നു. പ്രോഗ്രാം നല്ലതായിരുന്നു. കൊള്ളാം, ഖത്തർ കൊള്ളാം. അതെ, ഇപ്പോൾ സൈക്കോളജി കഴിഞ്ഞതല്ലേ? അതിന്റെ കാര്യങ്ങളൊക്കെ പ്രൊഫഷനും ഇപ്പോൾ ആക്ടിങ് ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനാണോ പ്ലാൻ? അതോ മാസ്റ്റേഴ്സ് കഴിഞ്ഞു, സൈക്കോളജി ആയിരുന്നു. ട്രെയിനിങ് ഒക്കെ ഇങ്ങനെ ഓൺലൈൻ ചെയ്യുന്നുണ്ട്. സിനിമ തന്നെയാണ് ആഗ്രഹം മനസ്സിൽ. പ്ലസ് മൈൻഡ് റീഡിംഗ് ഒക്കെ ചെയ്യോ? ഇല്ല, മൈൻഡ് റീഡിംഗ് ഒന്നും പറ്റില്ല. സൈക്കോളജി മൈൻഡ് റീഡിംഗ് അല്ലേ? ഓക്കെ, ഇപ്പോൾ ഒരുപാട് ഫിലിമും അതുപോലെ തന്നെ ഈ പരസ്യ ചിത്രങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു ഇതിലേക്കുള്ള ഒരു ജേണി? എനിക്കിഷ്ടമായിരുന്നു. ചെറുപ്പം തൊട്ടേ സിനിമ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ തന്നെ ഓഡീഷൻസിന് ഫോട്ടോസ് അയച്ചു കൊടുക്കുകയും ഓഡീഷൻസിനൊക്കെ പോയിട്ടാണ് ആദ്യത്തെ സിനിമ എനിക്ക് +1 പഠിക്കുമ്പോഴാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണ് ഫസ്റ്റ് കിട്ടുന്നത്. പിന്നെയും ഇപ്പോഴും ഓഡീഷൻസിന് പോകുന്നുണ്ട്. അങ്ങനെ പിന്നെ 1-2 വർക്കൊക്കെ കോണ്ടാക്ട്സിൽ വന്നു. അങ്ങനെയാണ്. അപ്പം എൻ്റെ ഒരു പാഷൻ കൊണ്ട് തന്നെയാണ് ഓഡീഷൻസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയതും എത്തിയതും. പിന്നെ വേറൊരു സ്കൂൾ ടൈം തൊട്ട് തന്നെ ആളൊരു സെലിബ്രിറ്റി ആണെന്ന് വേറെ കേട്ടിട്ടുണ്ട്. സ്കൂൾ ടൈമിലൊക്കെ ഒരുപാട് സ്റ്റേറ്റ് കലോത്സവത്തിന് പങ്കെടുക്കുമായിരുന്നു. സ്റ്റേറ്റിലൊക്കെ പോയിട്ടുണ്ട്. സ്കൂൾ തൊട്ട് എനിക്ക് തോന്നുന്നു 8th 9th 10th ഒക്കെ ആ സമയത്തൊക്കെ സ്കൂൾ കലോത്സവത്തിലൊക്കെ നല്ലോണം ആക്റ്റീവ് ആയിരുന്നു ഞാൻ. അപ്പൊ അന്ന് തൊട്ടേ അഭിനയം ഇഷ്ടമാണ്. ഡാൻസ് ചെയ്യുകയാണെങ്കിലും ഡാൻസിൽ എനിക്ക് എന്റെ ഫേവറേറ്റ് പാട്ട് അതിലെ അഭിനയത്തിന് വേണ്ടിയിട്ട് ഡാൻസ് പഠിച്ചാണോ അതോ ഡാൻസിലൂടെ അഭിനയത്തിലേക്ക്? ഡാൻസ് ചെറുപ്പം തൊട്ടേ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു. എന്റെ അമ്മയുടെ സിസ്റ്റർ ഫാമിലിയിലെ ഡാൻസസ് ഉണ്ട്. അപ്പൊ നേരത്തെ പഠിപ്പിച്ചു. അങ്ങനെ എത്ര വയസ്സ് തൊട്ടിട്ട് ഇപ്പോ ഡാൻസ് പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്? എനിക്ക് 5 വയസ്സൊക്കെ ഉള്ളപ്പോ തൊട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഷിനി മാം ആൻറ്റിയാണ്. അതുപോലെ മാം ഇവിടുത്തെ കലാമണ്ഡലം ആണ്. അവര് എന്റെ ആദ്യത്തെ ഡാൻസ് ഗുരു ആണ് എന്റെ ആന്റി. അതെ, ഇവിടെ ഒരുപാട് ഇപ്പോൾ ഇവിടെ തന്നെ
സ്ഥാപനങ്ങളായിട്ട് നല്ല അവരുടെ ലെവലിലെത്തി. ഭാഗം കൂടിയായിട്ടാണ് ഞാൻ വന്നത്. അതെ അതെ അതെ. റിതം 2025 ഭാഗമായിട്ട് നമ്മളവിടെ അവർ കണ്ടക്ട് ചെയ്തിരുന്നു, പെർഫോമൻസ് ഒക്കെ കണ്ടിരുന്നു. മൊത്തത്തിൽ പ്രോഗ്രാം തന്നെ വളരെ കളർഫുൾ ആയിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഒരുപാട് മുന്നിൽ വെൽ പ്രൊഫഷണൽ ആയിട്ട് തന്നെ നമ്മളത് ചെയ്തിരുന്നു. അപ്പോൾ അവിടുന്ന് പിന്നെ ഡാൻസ് ത്രൂ ഔട്ട് ആയിട്ട് ഇപ്പോഴും പ്രാക്ടീസ് ഉണ്ടോ? പ്രാക്ടീസ് ഡെയിലി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. പിന്നെ ഇങ്ങനെ ഒരു പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ ചെയ്യും. ഇത്രയും നാളും പഠിത്തവും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ ഒന്നുകൂടെ റീസ്റ്റാർട്ട് ചെയ്ത് റെഗുലർ ആയിട്ടൊക്കെ പ്രാക്ടീസ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, ചെയ്യണം. ഒരു ഈ നവ്യ നായരും മഞ്ജു വാര്യരൊക്കെ വന്ന പോലെ സ്റ്റേറ്റ് കലോത്സവങ്ങളിൽ നിന്ന് വന്ന് ലേഡി സൂപ്പർ സ്റ്റാർ ഒക്കെ ആവാനുള്ള ഒരു ആവും. ഓഫ് കോഴ്സ് ആവട്ടെ. അതെ അതെ. അപ്പൊ ഇങ്ങനെ ത്രൂ ഔട്ട് ആയിട്ട് അപ്പൊ ഇങ്ങനെ ഫിലിമുകൾ ഇങ്ങനെ അഭിനയിച്ച് വന്നോണ്ടിരിക്കുകയാണ്. ഇനി അപ്കമിങ് പ്രൊജക്ട് ഏതാണ്? അപ്കമിങ് ഞാനിപ്പോ ബിബിൻ ചേട്ടൻ്റെ കൂടെ ഒരു സിനിമ ചെയ്തു. ഇങ്ങനെ ഓരോന്നൊക്കെ ഡിസ്കഷൻസിലുണ്ട്. ഇപ്പൊ ഫ്ലവേഴ്സിന്റെ സീരീസ് ഇപ്പൊ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല വർക്ക്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഈ ഫ്ലവേഴ്സിന്റെ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സീരീസിന്റെ പേര് നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടൊന്ന്. ഹരിബറി എന്നാണ് സീരീസിന്റെ പേര്. സീസൺ 1 ഒരു 5 എപ്പിസോഡ്സ് ഇറക്കിയിട്ടുണ്ട്. അപ്പൊ കാണുക എല്ലാരും. കുഴപ്പമില്ലാത്ത റിവ്യൂസ് ഒക്കെ ഉണ്ട്. ഇപ്പോ ഈ ഫിലിം കൂടാതെ ഇപ്പൊ ഡാൻസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഈ ഡാൻസ് പ്രോഗ്രാമുകളായിട്ട് എടുക്കാറുണ്ടോ? അങ്ങനെ ഡാൻസ് പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്. ഡാൻസ് എനിക്ക് ഇഷ്ടമാണ് ചെറുപ്പത്തൊട്ടേ. ഈ പറഞ്ഞ പോലെ പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയപ്പോൾ കുറച്ച് മിസ്സായി. എന്നതിനപ്പുറത്തേക്ക് എനിക്ക് പ്രോഗ്രാംസ് ചെയ്യാനും ഒക്കെ ഇഷ്ടമാണ്, ചെയ്യാറുണ്ട്, ഇപ്പോഴും ചെയ്യാറുണ്ട്. അതിന്റെ ഒരു ഭാഗമായിട്ട് കൂടിയാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ വന്നത്. ഏത് ടൈപ്സ് ഓഫ് ഡാൻസ് ആണ് പഠിച്ചിട്ടുള്ളത്? ക്ലാസിക്കലാ. പിന്നെ സ്കൂളിന്റെ സമയത്ത് ഫോക്ക് ഡാൻസ് അതായിരുന്നു എൻ്റെ മെയിൻ. സ്റ്റേറ്റിൽ ഞാൻ 5 തവണ പോയതും ഫോക്ക് ഡാൻസിനായിരുന്നു പ്രൈസ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ സ്കൂളിൽ പഠിച്ചപ്പോ അതായിരുന്നു. അതെ. പിന്നെ അല്ലാതെ സിനിമാറ്റിക് എല്ലാം ഇഷ്ടമാണ്. കണ്ടംപററി ഒന്നും ഞാൻ പഠിച്ചില്ല, പഠിക്കണം. കോമ്പറ്റീഷൻസ് ഒക്കെ ഇങ്ങനെ ഇത് കൂടാതെ സ്കൂൾ കലോത്സവം അല്ലാതെ വേറെ ഏതെങ്കിലും കോമ്പറ്റീഷൻസിൽ എങ്ങനെ? ഇപ്പോ ലൈക്ക് ഇപ്പോ ഒരുപാട് റിയാലിറ്റി ഷോസ് അങ്ങനെയൊക്കെ ഒരുപാടുണ്ടല്ലോ. ഞാൻ സ്റ്റേറ്റിൽ ആ സമയത്ത് സ്കൂൾ ലെവലില് കോളേജ് ലെവലിലുള്ള. പിന്നെ റിയാലിറ്റി ഷോസിനേക്കാളും എന്നെ അട്രാക്ട് ചെയ്തത് സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളതായതുകൊണ്ട് തന്നെ അന്നേരം ഓഡിഷൻസിന് പോയായിരുന്നു. റിയാലിറ്റി ഷോസിന്റെ പോയിട്ടില്ല. ഡിസോണിലൊക്കെ തിളങ്ങി നിന്നുണ്ടാവല്ലോ. അപ്പൊ ഡിസോൺ ഈ കോളേജ് ലെവലിൽ ഉണ്ടാവുന്ന കോളേജ് ഡേ മറ്റേ പരിപാടി എല്ലാത്തിലും ഉണ്ടാവുമായിരുന്നു. ഉമ്മാന്റെ വിചാരം നാട്ടിലെ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ മാത്രം നല്ലതെന്നാ. അതിനേക്കാൾ ബെറ്റർ ഓപ്ഷൻ ഇവിടെ കിട്ടുന്ന കാര്യം ഉമ്മാക്കറിയില്ലല്ലോ. ലുലു കോക്കനട്ട് ഓയിൽ. ഗോയിങ് ഓൺ പ്രൊജക്ട് ഇപ്പോൾ വിപിൻ്റെ കൂടെ ആണല്ലോ. എങ്ങനെയാണ് ലൊക്കേഷനൊക്കെ? ഞാൻ കേട്ടിട്ടുണ്ട് പുള്ളി ഭയങ്കര ഫണ്ണാണ്. എങ്ങനെയുണ്ട്? രസമാണ്. എനിക്ക് നേരത്തെ അറിയാം. ഞാൻ യമണ്ടൻ പ്രേമകഥ ചെയ്യുമ്പോൾ വിഷ്ണു ചേട്ടനും വിപിൻ ചേട്ടനാണല്ലോ സ്ക്രിപ്റ്റ്. അപ്പൊ എനിക്ക് അവരന്ന് തൊട്ടേ അറിയാം. അപ്പൊ അതുകൊണ്ട് ആ ഒരു പരിചയം ഉള്ളത് കൊണ്ട് കുറച്ചുകൂടി എളുപ്പമായിരുന്നു. പിന്നെ ഈ പറയുന്ന പോലെ ഞാനും ബിബിൻ ചേട്ടനും നല്ല ഫുഡീസാ, അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് കണക്ട് ആയി. അപ്പം പാലക്കാടായിരുന്നു ഷൂട്ട്. അപ്പൊ ഓരോ ദിവസവും കഴിഞ്ഞ് ഓരോ അവിടുത്തെ നല്ല റെസ്റ്റോറൻറ്റ്സ് ഇൻസ്റ്റാഗ്രാമിൽ നോക്കും, അവിടെ പോകും. പുള്ളി എനിക്ക് കുറെ ഫുഡ് വാങ്ങിച്ചു തന്നു. ഇല്ല, ഞാൻ നന്നായിട്ട് ഫുഡ് കഴിക്കുന്ന ആളാ. ബിബിൻ ചേട്ടനെ കുറിച്ച് ചോദിച്ചാൽ അതാ പറയാനുള്ളത്. ഞങ്ങളൊരു ഫുഡിങ് ബഡീസ് ആയിരുന്നു. അതെ. പിന്നെ നമ്മളിപ്പോ കഴിഞ്ഞ ഒരുപാട് യമണ്ടൻ പ്രേമകഥയിലൊക്കെ നല്ലൊരു റോൾ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് അതിന്റെയൊക്കെ ഒരു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അത്. വിഷ്ണുവേട്ടൻ്റെ കൂടെ നിത്യഹരിത നായകൻ എന്ന് പറഞ്ഞൊരു സിനിമ പുള്ളിയുടെ ഹീറോയിനായിട്ട് ചെയ്തു. അങ്ങനെയാണ് യമണ്ടനിലേക്ക് വന്നത്. അപ്പൊ എനിക്ക് എന്നെ കുറച്ചും കൂടി ആളുകൾ തിരിച്ചറിഞ്ഞത് ഓഫ് കോഴ്സ് DQന്റെ കൂടെ കോമ്പിനേഷൻ കിട്ടി. അപ്പൊ ആളുകൾ കുറെ കൂടെ തിരിച്ചറിഞ്ഞു ആ സിനിമ ഇപ്പോഴും യമണ്ടനിലുള്ള അല്ലേ എന്ന് പറഞ്ഞ് ആ സിനിമയാ പെട്ടെന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആ സിനിമ എപ്പോഴും ഭയങ്കര സ്പെഷ്യലാ. ആൻഡ് ആളുകൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നല്ലോ. അപ്പൊ അതിന്റെ ഭാഗമാവാൻ പറ്റി. പിന്നെ അതിനുശേഷം തങ്കമണി ദിലീപേട്ടൻ്റെ കൂടെ ചെയ്തു. അപ്പൊ ചെയ്യാൻ പറ്റി. അതെ അതെ അതെ, വലിയൊരു കാര്യമാണ്. തീർച്ചയായിട്ടും. പിന്നെ യമണ്ടൻ പ്രേമകഥയിൽ നമ്മുടെ ബെസ്റ്റ് ബഡി ഹരിച്ചേട്ടനും കൂടെ ഉണ്ടല്ലോ.
ഉണ്ട് ഞങ്ങൾക്ക് കോമ്പിനേഷൻ ഇല്ലായിരുന്നു. ഇവിടെ ഖത്തറിൽ വന്നപ്പോൾ ഞാൻ പുള്ളിനെ മീറ്റ് ചെയ്യുന്നത്. അത് ശരിയാ. അതെ, പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് ഒരു സിനിമയിൽ ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു എന്നുള്ളത് പിന്നീടാണ് ഇവിടെ ഉണ്ട് എന്നുള്ളതൊക്കെ അറിഞ്ഞതല്ലേ. എങ്ങനെ ഉണ്ടായിരുന്നു DQ-നായിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ? ആ രസമായിരുന്നു. അതിപ്പോ എനിക്ക് തോന്നുന്നു ഒരു 5 വർഷമായി, അതെ 5 years ആയി. നല്ലായിരുന്നു. പുള്ളി ഭയങ്കര ഡൗൺ ടു യു ആർ വെരി യങ്. പുള്ളി ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. എനിക്ക് വെച്ചാല് എനിക്ക് ആ സിനിമയിൽ ആകെ ഉള്ളൊരു കുറച്ച് സീൻസേ ഉള്ളൂ, ആകെ ഉള്ളത് പുള്ളീന്റെ കൂടെയായിരുന്നു. പോയത് ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടൊക്കെയാണ്, പക്ഷെ പുള്ളി ഭയങ്കര കാം ചിൽ പേഴ്സണാണ്. അതെ, അതൊക്കെ ഭയങ്കര ലക്ക് തന്നെ കേട്ടോ. നമ്മുടെ കരിയറിൽ നമ്മുടെ ഒരു ബിഗിനിങ്ങിൽ തന്നെ ഇങ്ങനെ ഒരു ആക്ടറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാറുണ്ട്. പുള്ളിയൊരു വെസ്റ്റൈലാണ് തന്നെയല്ല, ഒരു എല്ലാ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ലാംഗ്വേജിലുള്ള ഫിലിം ചെയ്യുന്നുണ്ട്. തെലുങ്കിലായാലും ഹിന്ദിയിലായാലും പുള്ളിയുടേതായിട്ടുള്ള ഒരു സ്റ്റൈല് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവരൊപ്പം തന്നെ ഇത് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ ഇറ്റ്സ് നൈസ്. തീർച്ചയായിട്ടും ആ ഒരാളെ ഞങ്ങൾക്ക് ജസ്റ്റ് റൈറ്റ് മീഡിയക്ക് ഇന്റർവ്യൂ ചെയ്യാൻ കിട്ടുമെന്ന് പറഞ്ഞാൽ അതിന് വലിയ കാര്യം. ഒരുപാട് വിശേഷങ്ങൾ നമ്മളായിട്ട് ഈ ഒരു ചെറിയ ഗ്യാപ്പിൽ ഭയങ്കര ബിസി ഷെഡ്യൂളാണെന്നറിയാം. ഇപ്പോൾ ഒരു പ്രോഗ്രാമിൻ്റെ ഇടയിൽ നിന്നാണ് ബിൽഡപ്പായി കൊണ്ടുവന്നൊക്കെ കൊള്ളാക്കി. കാര്യം ഇത്രയൊരു ബിസി ഷെഡ്യൂളിൻ്റെ ഇടയിലാണ് ഇപ്പോൾ നമുക്ക് തന്നെ ജസ്റ്റ് റൈറ്റ് മീഡിയക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു ഗ്യാപ്പ് തന്നത്. അത് നമുക്ക് വളരെ സന്തോഷം ഉണ്ടാക്കി കിട്ടിയതിൽ. നീ എന്താ ഓർക്കുന്നത്? ചുമ്മാ ഒരു രസല്ലേ. നീ അടി മേടിച്ച് തരും. നോക്കാം. ഞങ്ങളുടെ ജസ്റ്റ് റൈറ്റ് മീഡിയയുടെ ഭാഗത്തു നിന്നും ജസ്റ്റ് റൈറ്റ് മീഡിയയുടെ ഓൾ ക്രൂസ് കൂട്ടുകാർ എല്ലാവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ബിഗ് താങ്ക്സ്. ഈ അപ്കമിങ് പ്രൊജക്റ്റുകളും എല്ലാം വളരെ വിജയമാവട്ടെ. ഏതാണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ പേര് ചിലപ്പോൾ വെളിപ്പെടുത്താൻ പറ്റാത്തൊരവസ്ഥ ആയിരിക്കും, അതുകൊണ്ടായിരിക്കാം അതിൻ്റെ പ്രൊജക്റ്റിൻ്റെ പേര് പറയാതിരിക്കുന്നത്. എന്തായാലും വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഖത്തറിലേക്ക് ഒന്നുകൂടി വരേണ്ടി വരും. ആയിക്കോട്ടെ, സന്തോഷം. സന്തോഷമുള്ളൂ വരുന്നതിൽ. അതെ, അപ്പോൾ അന്ന് വീണ്ടും കാണാം. ഓക്കെ, ഒരുപാട് നന്ദിയുണ്ട്. ജസ്റ്റ് റൈറ്റ് മീഡിയക്ക് താങ്ക് യു സോ മച്ച്. ഈ ഓപ്പർച്യൂണിറ്റിക്ക് താങ്ക് യു.